മാറി നിക്കോ, ഞമ്മളൊന്നങ്ങോട്ട് പോയിക്കോട്ടെ. ഒന്നും കാണണില്ലല്ലോ ഈ ഇരുട്ടത്ത്. ഇതെന്താ ഇവിടെ എല്ലാരും ഇങ്ങനെ ഇരുട്ടത്ത് കുത്തിരിക്കണ്? അതെ, ഒന്ന് ലൈറ്റ് ഇടുവോ? ഞാൻ വരാനിത്തിരി വൈകിപ്പോയി. എല്ലാവരും നേരത്തെ വന്നല്ലേ. ഷോ, ഒന്നും വിചാരിക്കരുത് ട്ടോ. എന്താ ഇയാള് ഞമ്മളെങ്ങനെ സൂക്ഷിച്ചു നോക്കണ്? എന്നെ മനസ്സിലായില്ല? ഞമ്മളെ സൈനബ. ഹാന്ന്, അതന്നെ, മുച്ചീട്ട് കളിക്കാരന്റെ മകളിലെ സൈനബന്നെ. അതോ ബാപ്പല്ല പോണത്? മൂപ്പര് ഇവിടെ എത്തിയന്റെ റബ്ബേ, ഇതെപ്പോഴേനി? കാണണ്ട, അതാ പുറത്തേക്ക് പോകണ്. ഹാവൂ, സമാധാനായി. പോയിക്കോട്ടെ. എവിടെ ഇതിന്റെ സംഘാടകര്? എവിടെ? ആരാ നിങ്ങളാ? ഞമ്മൾ ഇങ്ങോട്ട് വിളിപ്പിച്ചപ്പോഴേ ഞമ്മള് പറഞ്ഞില്ലേ ബാപ്പ എവിടെങ്ങാനും വരൂച്ചാല് ഞമ്മ വരൂലാന്ന്. നിങ്ങളല്ലേ പറഞ്ഞത് ബാപ്പൊന്നും വരൂല, വെറും സ്ത്രീ കഥാപാത്രങ്ങൾ മാത്രമേ വരൂന്ന്. അതെ, എന്താന്നറിയോ, ഞമ്മളെ വെട്ടിനുറുക്കി കോഴി ബിരിയാണി വെക്കുന്നും പറഞ്ഞ് നടക്കുക മൂപ്പര്. എന്തിനാന്നോ? ഞമ്മള് മുത്തപ്പാനെ നിക്കാഹ് കഴിച്ചതുകൊണ്ട്. മൂപ്പരാക്ക് ഞമ്മന്റെ കെട്ടിയോൻ മുത്തപ്പാനെ കണ്ണിന്റെ നേർക്ക് കണ്ടൂടാ. നിങ്ങൾക്കറിയാലോ എന്തൊക്കെ പുക്കാറുണ്ടാക്കിയിട്ടാന്ന് ഞമ്മള് മുത്തപ്പാനെ കെട്ടിയതെന്ന്. ഇപ്പൊ ദേഷ്യം മുഴുവൻ എന്നോടാ. എന്താന്നോ, മൂപ്പരെ മുച്ചീട്ട് കളി പൊട്ടിച്ചത് ഞമ്മളായിരുന്നല്ലോ, അയിന്റെ ദേഷ്യം ആന്ന്. അത് പോട്ടെ, ഇവിടെ ഇങ്ങളെല്ലാരും നല്ല പത്രാസിലാണല്ലോ കുത്തിരിക്കണ്. നല്ല കുപ്പായട്ടോ. ഇത് കോഴിക്കോടങ്ങാടിന്ന് വാങ്ങിയതാ? നിങ്ങളെന്താ ചിരിക്കണ്? ഇത് ഞമ്മള് പെണ്ണുങ്ങള് വിശേഷം പറഞ്ഞതാട്ടോ. ഞമ്മൾ അവിടെ ഇച്ചോലൊക്കെയുള്ളൊന്നും കിട്ടൂലാട്ടോ. നല്ലത് എന്തേലൊക്കെ ഉടുത്തു വരണം എന്നുണ്ടേനി എനിക്ക്. വലിയ ആൾക്കാരൊക്കെ ഉള്ള സ്ഥലല്ലേ. എന്താ പറയാ, ചായമക്കാനിന്ന് ചട്പുക്കോന്ന് ചാടിപ്പാഞ്ഞു വന്നതല്ലേ, അതോണ്ടാ ഇങ്ങനെ. അല്ല, നമ്മൾ ആൾക്കാരൊക്കെ എവിടെ പോയി? പാത്തുമത്താത്തയും സാറാമയും സുഹറയും നാരായണിയും ഇതുപോലെ ഇന്നേ വരെ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടില്ലാട്ടോ. അല്ല, അതാരപ്പ അവിടെ കുത്തിരിക്കണ്? നമ്മൾ ആനവാരി രാമൻ നായരല്ലേ? എല്ലാരും ഉണ്ടല്ലോ. പൊൻകുരിശ് തോമ, എട്ടുകാലി മമ്മൂഞ്ഞു, നിങ്ങളൊക്കെ എന്തിനാ ഇപ്പൊ ഇവിടെ പാഞ്ഞു പിടിച്ച് വന്നത്? ആരെങ്കിലും ക്ഷണിച്ചോ നിങ്ങളൊക്കെ? ഇവിടെ ഞങ്ങള് പെണ്ണുങ്ങളൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടാന്ന് വിചാരിച്ചതാ, വെറുതെ ഒന്നല്ല. ദാ ഇവരെ ക്ഷണിച്ചിട്ടാ, ഒന്ന് പറഞ്ഞു കൊടുക്കീന്ന്. ഇങ്ങക്കെന്താ അപ്പോഴത്തേക്കൊരു നാണം? അല്ല മുത്തപ്പ, ഇങ്ങളും വന്നോന്ന്? ഞമ്മളൊറ്റക്ക് വന്നോളന്ന് പറഞ്ഞതല്ലേ നിങ്ങളോട്? എന്തിനാ പേർക്കന്നെ ബസിന്റെ കൂലി കൊണ്ടുപോയി കളഞ്ഞത്? പണ്ടത്തെ മാധുര്യൊന്നല്ലാട്ടോ. എന്താ അപ്പം ബസിന്റെ ഒക്കെ ഒരു കൂലി? ബസ് കൂലി മാത്രല്ല, തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഇരട്ടി പൈസയായിപ്പോ. ആന്ന്, നിങ്ങളൊക്കെ എങ്ങനെയാ ഇപ്പൊ ജീവിക്കണത്? അറിയാഞ്ഞിട്ട് ചോദിക്ക. ഭരണ വഴിക്ക് ഞമ്മള് മുട്ടായി തെരുവിൽ ആ അറ്റത്തുള്ള ചായപ്പീടികയിലൊന്ന് കേറി. ഒരു ചായക്ക് 8 ഉറുപ്പ്യാന്ന്, പൊറോട്ടയ്ക്ക് 8 ഉറുപ്പ്യ, കോഴിക്കറിക്ക് 90. ഞമ്മളെ ചായമക്കാനിൽ ഇത്രക്കൊന്നും വില കയറ്റിയിട്ടില്ലാട്ടോ. അല്ല മുത്തപ്പ, ഇതെന്താ നിങ്ങള് വിട്ടിരിക്കണ്? ഓ, മുത്തപ്പ പോക്കറ്റ് അടിച്ചാലൊന്ന് പേടിച്ചിട്ടാവൂല്ലേ? അതൊക്കെ പണ്ടേനി. ഇപ്പൊ മൂപ്പർക്ക് അമ്മാതിരി ബെടക്ക് ഏർപ്പാടൊന്നുമില്ല. ഞമ്മളെ കെട്ടിയതിന്റെ ശേഷം ആള് ഭയങ്കര നീറ്റാ. അടുത്തേക്ക് കുത്തിരുന്നോളിന്ന്, ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഞമ്മളെ ചായമക്കാനില് പൊറോട്ട അടിക്കലും പുട്ടുണ്ടാക്കലൊക്കെ അല്ലേ പണി. ഈ ദുനിയാവില് ആദ്യമായിട്ട് പുട്ടും കടലയും കച്ചവടം തുടങ്ങിയത് ആരാ? ഈ സൈനബ. ഞമ്മളെ പീടിയല്ലേ പുട്ടിന്റെ സ്വാദ് വേറെ ഒരു പുട്ടിനും കിട്ടൂലാട്ടോ. ഒന്ന് പറഞ്ഞു കൊടുക്കിന്റെ രാമൻ നായരെ. അവിടെ നിന്ന് കടം വാങ്ങി പള്ളം നിറച്ചും തട്ടുമ്പോ അങ്ങക്ക് എന്തോ ഒരു ഉസാറാ. ഇപ്പൊ ഇവിടെ ഉണ്ടമ്പൊരു തൊണ്ടയിൽ കുടുങ്ങിയ ചെലക്ക് കണ്ണും തുറപ്പിച്ചിരിക്കാണല്ല. പറഞ്ഞു കൊടുക്കീന്ന് അങ്ങോട്ട്.
ഭാർഗവിക്കുട്ടിയുടെ പാട്ട്. ഞാനൊന്ന് പോയി നോക്കട്ടെ. എന്റെ മുത്തപ്പ, പോകുമ്പോ ഞമ്മളെയും കൂട്ടണേ. പട്ടു